ശർമാജി, നമുക്കിന്ന് കത്ത് വന്നിരിക്കുന്നത് നെയ്യാറ്റിങ്കര കുളത്തൂർ നിന്നാണ്. കത്തയച്ചിരിക്കുന്ന രാജീവാണ് കത്തയച്ചിരിക്കുന്നത്. അദ്ദേഹം കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട് വച്ചതിന് ശേഷം കുടുംബത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളും കാണുന്നുണ്ട്. വീട് വെച്ച് 1 വർഷത്തിന് ശേഷം പിതാവും മരണപ്പെട്ടു. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രവും സമയവും ഇതിനോടൊപ്പം ചേർത്തിട്ടുമുണ്ട്. നെയ്യാറ്റിങ്കര കളത്തുരുന്ന് രോഹിണി നക്ഷത്രം 1987. ഇത്രയും വിവരങ്ങളാണ് ഉള്ളത്. രോഹിണി നക്ഷത്രത്തിന് ധനസ്ഥാനത്ത്, ധനം വാക്ക് പ്രവൃത്തി സ്ഥാനത്ത്, അതായത് സാമ്പത്തികപരമായും തൊഴിൽപരമായും സംഭാഷണപരമായും ഇരിക്കേണ്ട സ്ഥാനത്തിന് ഈ മാസം മുതൽ വ്യാഴഗ്രഹം സർവേശ്വരകാരകൻ അനുകൂലമായി വന്നിരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല രീതി കടങ്ങളൊക്കെ കഴിഞ്ഞ 2-2.5-3 വർഷമായിട്ടുണ്ടായിരുന്ന സാമ്പത്തിക പരാധീനതകളോ സ്വർണ്ണപ്പണയങ്ങളോ മറ്റേതെങ്കിലും ലയബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കത്തക്ക രീതിയിലുള്ള അപ്രതീക്ഷിതവും പ്രതീക്ഷിതവുമായ കേന്ദ്രത്തിൽ നിന്ന് ധനം വരും. 4ാമിടത്ത് കേതു വരുന്നതിനാൽ 4ാമിടം, അതായത് വീട് സംബന്ധമായി പാർട്ടീഷനോ വിറ്റുമാറുകയോ 4ആയിട്ട് പാർട്ടീഷൻ വരികയോ ഇവയിൽ 2ൽ 1 ഭാഗം ലഭിച്ച് വേറെ എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്ത് ഭവനം മാറാനുള്ള ഒരു സാധ്യതയും ഈ വർഷം മുതൽ തുടങ്ങും. ഈ വർഷം തുടങ്ങി വെക്കുന്നത് 2027 പൂർത്തീകരിക്കും. വസ്തുവും വീടും ഒരു വാഹനവും തൊഴിൽപരമായ ഒരു സ്ഥിരതയും ഒന്നിലധികം മാർഗത്തിലൂടെ സാമ്പത്തിക പുഷ്ടിയും ഉണ്ടാവും. അമ്മയ്ക്കും അമ്മ വഴി കുടുംബത്തിനും കുറച്ച് കാലക്കേടുകളാണ്. അച്ഛൻ മരണമടഞ്ഞു ഈ വസ്തു വാങ്ങിയതിന് ശേഷം എന്ന് പറയുന്നു. കുടുംബത്തിന് ദോഷമുള്ളതാണ്. ഒരു ഭഗവതിയുടെ പോക്കുവരത്തുള്ള ഒരു സ്ഥലമാണ് അത്. ഏറെക്കുറെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് ചേർത്ത് വരുന്ന, ഇംഗ്ലീഷിൽ THA തകാരാന്ത നാമധേയത്തിൽ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ഒരു ദേവിയുടെ പോക്കുവരത്തുള്ള ഗുരുദേവ ബ്രാഹ്മണ വസ്തു, ദേവൻ്റെയോ ബ്രാഹ്മണൻ്റെയോ ഗുരുവിൻ്റെയോ ആയ, അവിടെ ഭവനത്തിന് കൃത്യമായ സ്ഥാനമില്ലാത്തതും ആകുന്നു. ഈ ദോഷമുള്ളത് കൊണ്ടാണ് പിതാവിന് പെട്ടെന്ന് തന്നെ മരണം സംഭവിച്ചത്. ഇപ്പം മാതാവിനും ഉദരസംബന്ധമായ സർജറിയോ അല്ലെങ്കിൽ പ്രശ്നകർത്താവിന്, അതായത് ഇപ്പം നമുക്ക് രോഹിണി നക്ഷത്രം പേരെന്താ അദ്ദേഹത്തിന്, രാജീവനും ഉദരസംബന്ധമായ ചെറിയ ചെറിയ അസുഖങ്ങളും പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അബ്ഡോമിനലായിട്ടുള്ള പ്രയാസങ്ങളും പാൻക്രിയാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പയൽസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ വരും. പരിസരം, ഇപ്പം വാങ്ങിയിരിക്കുന്ന വീടും ആ പരിസരത്തും അയലോക്കവുമായിട്ടും നല്ല രമ്യതയിൽ പോകാനുള്ള ഒരു സാധ്യതയും ഇല്ല. തർക്കം, അതിർതർക്കം, വഴക്ക്, വയ്യാവേലി ഇത്യാദികളൊക്കെ നിരന്തരമായിട്ടുണ്ടാവുന്ന ഭൂമിയാണ്. അവിടെ വാസയോഗ്യം എന്ന് പറയാൻ നിവൃത്തിയില്ല. പിന്നെ വസിക്കുന്നില്ലേ, ഇപ്പോൾ സിറ്റിയിൽ നമ്മൾ ലോഡ്ജിൽ 1 ദിവസം 2 ദിവസം 1 മാസം വരെയൊക്കെ താമസിക്കുന്നില്ലേ. കുഞ്ഞുകുട്ടി പരാധീനമായിട്ട് താമസിക്കാൻ പറ്റുന്ന സ്ഥലമല്ല. 2025 മെയ് മുതൽ 2026 മെയ്ക്കുള്ളിൽ ആയിട്ട്, അതായത് 1 വർഷത്തിനുള്ളിൽ ഈ വീട് മാറി താമസിക്കാനായി ഒരു സ്ത്രീയുടെ നിർബന്ധം ഉണ്ടാവും. ചിലപ്പം ഭാര്യയുടെ ആവാം, അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുടെ ആവാം, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സ്ത്രീയുടെ ഉപദേശം, നമുക്കിവിടുന്ന് മാറാൻ ചോട്ട എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥ. അതിന് വേണ്ട പരിശ്രമം വിജയിക്കുകയും ചെയ്യും. അപ്പം പാർട്ടീഷൻ നടക്കുമോ, അതിൽ നിന്ന് ഉള്ള ഒരു ചെറിയ വിഹിതമോ അല്ലെ അത് ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പ്രയാണം ആവുകയും ചെയ്യും. പൊതുവെ സംഭവബഹുലമായ അന്തരീക്ഷത്തിൽ അനുകൂലമായ ഒരു സന്ദർഭം രാജീവന് കിട്ടും. ഈ 1 വർഷം കൊണ്ട് വസ്തു, വീട്, വാഹനം, തൊഴിൽ ഇത്യാദികളിൽ ഒരു പുനഃപരിശോധന ഉണ്ടാകുകയും പുതിയ വാസസ്ഥലത്തേക്ക്, പുതിയ തൊഴിൽ മേഖല, സ്വർണ്ണപ്പണ്ടങ്ങളൊക്കെ എടുക്കാനുള്ള പുതിയ ലോൺ ഇത്യാദികളും, ഒരു ഇരുചക്ര വാഹനമോ അല്ലെങ്കിൽ പഴയ 4 ചക്ര വാഹനമോ എടുക്കാനുള്ള ഭാഗ്യവും കിട്ടും. ഇദ്ദേഹത്തിന് 4ാമിടത്ത് കേതു ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു ആരംഭ തടസ്സവും
അല്ലെങ്കിൽ ഒരവസാന നിമിഷം ഒരു തടസ്സവും ഒരു പരിഭ്രമവും ഉണ്ടാക്കി വെക്കും. അമ്മയ്ക്കും മകനും ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് ഗണപതി ഹോമം എന്ന് കേട്ട് കാണുമല്ലോ, അതും ഭഗവത് സേവയും കുടുംബത്തിൻ്റെ പേര് ചെയ്യുക. പൂർവീകപരമായ ഒരു കുടുംബം ഇവർക്ക് ചേർത്ത് വരുന്ന സ്ഥലമോ ഒരു വീടോ ഉണ്ട്. അവിടെ പോയി ഭഗവതിക്ക് പട്ടും പണവും വെക്കണം. കുറേയധികം ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. അത് കൂടുതലായി അന്വേഷിക്കണം. ഇപ്പം ഞാനീ പറയുന്ന കേൾക്കാതെ തന്നെ പോയി അന്വേഷിച്ച് തിട്ടപ്പെടുത്തിയിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം വിലയിരുത്തുക. എന്നിട്ട് പോയി ആ കുടുംബഭരദേവതയ്ക്ക് ഒരു കാമീറ്റർ പട്ട് കൊണ്ട് ഉടുക്കാനും വെട്ടം കാണാൻ അല്പ എണ്ണയും സാമ്പ്രാണിത്തിരിയും ഒരു കരിമ്പായസവും ഒക്കെ നടത്തി ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വരുന്ന വർഷം ഇതേ സമയം മുതൽ വസ്തു, വീട്, തൊഴിൽ, ബാധ്യതകൾ പരിഹരിക്കാനുള്ള മാർഗം, അതുപോലെ തന്നെ ഉദര സർജറി അമ്മയ്ക്കും രാജീവനും മാറി അത് ഗുളികയിൽ നിൽക്കാനുള്ള, സർജറി ഒഴിവാക്കി ഗുളികയിൽ നിൽക്കാനുള്ള അവസരവും, ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് പരിസരങ്ങളിൽ ശല്യങ്ങളും പരിസരവാസികളിൽ നിന്ന് ഉപദ്രവങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള, ഒറ്റപ്പെട്ട് കഴിയാനുള്ള സാധ്യതകളും, അതിരു തർക്കങ്ങളോ വഴി സംബന്ധമായിട്ട് എന്തെങ്കിലും വിവാദങ്ങളോ ഉണ്ടാവും. കഴിവതും നാവ് നല്ല രീതിയിലൊക്കെ നിർത്തി ഇത് പരിഹരിക്കാൻ ശ്രമിക്കണം. ഒരു വർഷത്തിനകം ഈ പറഞ്ഞ കാര്യങ്ങൾ ഫലപ്രാപ്തി കണ്ടാൽ വീണ്ടും രാജീവനോട് നേരിട്ട് സ്റ്റുഡിയോയിൽ വരാനും ബന്ധപ്പെടാനും പറയുക. നന്ദി, നമസ്കാരം. നന്ദി ശർമ്മജി.